അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ സ്നേഹാദരീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ അത് പഠിക്കാനും അറിയാനും മനഃപ്പാഠമാക്കാനും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു കോഴ്സിലേക്ക് നമ്മൾ ജോയിൻ ചെയ്തത്. ആ ഖുർആനിൽ തന്നെ ഏറ്റവും വലിയ അധ്യായമായ സൂറത്തുൽ ബഖറ അത് പഠിക്കണമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമായി നമ്മളിപ്പോൾ മുന്നിൽ വെച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ലക്ഷ്യം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകുമാറാവട്ടെ. പഠിച്ചത് മറന്നു പോവാതിരിക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം സൂറത്തുൽ ബഖറയുടെ 51 ആയത്താണ്. 31 ക്ലാസ്സുമാണ്. നമ്മളത് 4 മൊഡ്യൂളിലേക്ക് പ്രവേശിക്കുകയാണ്. 3 മൊഡ്യൂളുകൾ കഴിഞ്ഞു. 50 ആയത്തുകൾ നമ്മൾ പഠിച്ചു. 1-ാമത്തെ മൊഡ്യൂളിൽ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. 2-ാമത്തെ മൊഡ്യൂളിലേക്ക് എത്തിയപ്പോൾ 1-ാമത്തെ ആയത്ത് മുതൽ 25-ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ 3-ാമത്തെ മൊഡ്യൂളിൽ 26-ാമത്തെ ആയത്ത് മുതൽ 50-ാമത്തെ ആയത്ത് വരെ നമ്മൾ പഠിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ നമ്മൾ നമ്മുടെ മൊഡ്യൂളിൻ്റെ നമ്മുടെ ഈ ഒരു പഠന സംരംഭത്തെ വ്യത്യസ്ത മൊഡ്യൂളുകളാക്കുക എന്ന് പറയുമ്പോൾ വ്യത്യസ്ത ഭാഗങ്ങളാക്കി ഇങ്ങനെ പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്, ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണത്. അതിൻ്റെ 4-ാമത്തെ മൊഡ്യൂളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ 31-ാമത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ അത് കേവലം 31 ആയത്തുകളല്ല, മറിച്ച് 50 ആയത്തുകൾ കഴിഞ്ഞ് 51-ാമത്തെ ആയത്തിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പ്രവേശിക്കാൻ പോകുന്നത്. ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഭാഗം 51, 52, 53 ആയത്തുകളാണ്. 3 ആയത്തുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നുണ്ട്. സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ തന്നെ ആദ്യം നമുക്ക് ഒന്ന് ആയത്ത് പാരായണം ചെയ്യുക. അതിന് മുമ്പുള്ള ഭാഗങ്ങളൊന്ന് പെട്ടെന്നൊന്ന് ഓതി നോക്കിയതിന് ശേഷം ഇന്ന് പഠിക്കാനുള്ള ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവരും കൂടെ ഓതാൻ നോക്കാട്ടോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون
يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها شفاعة ولا يؤخذ منها عدل ولا هم ينصرون. وإذ نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم. وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون. ഇത്രയും ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ 3 മൊഡ്യൂളുകളിലായിട്ട് നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 51, 52, 53 ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്താണ് ഈ ആയത്തുകളിലുള്ളത് എന്നുള്ളത് ആദ്യം നമുക്കൊന്ന് പറയാം. ആ ആയത്തൊന്ന് ഓതിയതിന് ശേഷം പിന്നെ അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ ചെയ്യാം. എല്ലാവരും ശ്രദ്ധിക്കാട്ടോ, കൂടെ ഓതാൻ നോക്കണേ. وَإِذْ وَاعَدْنَا مُوسَىٰ 40 لَيْلَةً وَإِذْ وَاعَدْنَا مُوسَىٰ 40 لَيْلَةً ثُمَّ اتَّخَذْتُمُ الْعِجْلَ مِن بَعْدِهِ وَأَنتُمْ ظَالِمُونَ. ثم عفونا عنكم من بعد ذلك ثم عفونا عنكم من بعد ذلك لعلكم تشكرون. وإذ آتينا موسى الكتاب والفرقان لعلكم تهتدون. ഓക്കെ, നമ്മൾ 51, 52, 53 ആയത്തുകളെ കുറിച്ചാണല്ലോ. ഇനി അതിൽ 51-ാമത്തെ ആയത്ത് എന്താണെന്നുള്ളത്, അതിൻ്റെ ആ ഒരു നമുക്ക് തെറ്റ് വരാൻ സാധ്യതയുള്ള ഭാഗം ഒന്ന് പറയാം. അതിനുശേഷം നമുക്കതിൻ്റെ അർത്ഥങ്ങളിലേക്ക് പോകാം. وَإِذْ وَاعَدْنَا مُوسَىٰ 40 لَيْلَةً അവിടെ മൂസ നീട്ടാനുണ്ട്, അവിടെ മദ്ദുണ്ട്. അപ്പോൾ അത് മദ്ദോടുകൂടി തന്നെ പറയാം. അവിടെ നീട്ടാം, മൂസ എന്നുള്ളതുകൊണ്ട്. പിന്നെ 40 കുറച്ചും കൂടി നീട്ടിയിട്ട് തന്നെ പറയാം. وَإِذْ وَاعَدْنَا مُوسَىٰ 40 لَيْلَةً ثُمَّ اتَّخَذْتُمُ الْعِجْلَ
സുമ്മ ഇത്തഖദ. ഇത്തഖദ അതാണ് ശരിക്ക്. ഇത്തഖദ എന്നാണ് ശരിക്ക്. എന്നാൽ ഇവിടെ ഓതുമ്പോൾ ഇത്തഖദ്തും. ഇത്തഖദ്തും. സുമ്മ ഇത്തഖദ്തും. നേരെ ശ്രദ്ധിക്കുക. കുറച്ചൊരു കെട്ടിക്കൊടുക്കണ്ട അവിടെ. സുമ്മ ഇത്തഖദ്തും. ثم اتخذتم العجل من بعده. من بعده. മിം എന്നാട്ടോ, മിൻ എന്നല്ല, മിം എന്നാണ് പറയാ. എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സുക്കൂനുള്ള നൂനിന് ശേഷം ബാ വന്നാൽ എന്താണ് നിയമം എന്ന് പറഞ്ഞേ? എന്താണ് അതിന്റെ നിയമം? സുക്കൂനുള്ള നൂനിന് ശേഷം ബാ വന്നാൽ ഇഖ്ലാബ. ഓക്കെ ഓക്കെ ഷെരീഫ. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ തന്നെ പറയണം. ഇഖ്ലാബ് പറഞ്ഞാൽ മാറ്റിമറിക്കണം. നൂനിനെ എടുത്തിട്ട് എന്ത് ചെയ്യണം? മീമാക്കി മാറ്റിമറിക്കണം. മിം ബഅദി. മിം ബഅദി. ثم اتخذتم العجل من بعد وأنتم ظالمون. ഓക്കെ. അപ്പം ഏകദേശം എല്ലാവരും ഓതിയിട്ടുണ്ടാകും. നമ്മൾ 51-ാമത്തെ ആയത്താണ് ഓതി വെച്ചത്. എന്താണ് ഈ ആയത്തിൽ പറയുന്നത് എന്ന് നമുക്കൊന്ന് പറയാം. വഇദ് വാഅദ്ന. വഅദ എന്ന് പറഞ്ഞാൽ കരാറ് എന്നാണ്. വാഅദ്ന. വഇദ് സന്ദർഭം. വാഅദ്ന നാം കരാറ് വെച്ച സന്ദർഭം. നാം ഒരു കാര്യം നിശ്ചയിച്ച അല്ലെങ്കിൽ കരാർ നിശ്ചയിച്ച ആ ഒരു സന്ദർഭം. മൂസ. മൂസായോട്. വഇദ് വഅദ്ന മൂസ. മൂസയോട് നാം കരാറ് വെച്ച സന്ദർഭം. അർബഈന ലൈല. അർബഈന 40 ലൈലത്തൻ ദിവസങ്ങൾ. ഇവിടെ ലൈല എന്ന് പറഞ്ഞാൽ രാത്രി എന്നുള്ള അർത്ഥത്തിലല്ല, ലൈല് എന്ന് പറയുന്നത് ദിവസം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അർബഈന ലൈല 40 ദിവസം മൂസയോട് നാം കരാറ് വെച്ചു. അഥവാ അല്ലാഹു സുബ്ഹാനഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് 40 ദിവസം എന്ത് ചെയ്യാണ്? അള്ളാഹുവിലേക്ക് മാറി നിൽക്കാൻ, അള്ളാഹുവിനോട് ആരാധനാ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കാൻ വേണ്ടി ഒരു കരാറ് പറഞ്ഞു. അത് നിൽക്കണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ മാറിയപ്പോൾ സുമ്മ പിന്നെ ഇത്തഖദ്തും അൽ ഇജ്ല. നിങ്ങൾ എന്ത് ചെയ്തു? ഇത്തഖദ്തും നിങ്ങൾ ഉണ്ടാക്കി, നിങ്ങൾ ആക്കി തീർ. ഇത്തഖദ സ്വീകരിച്ചു എന്നാ ശരിക്കും. നിങ്ങൾ സ്വീകരിച്ചു, നിങ്ങൾ ഉണ്ടാക്കി തീർത്തു. അൽ ഇജ്ല കാളക്കുട്ടിയെ അല്ലെങ്കിൽ പശുക്കുട്ടിയെ. മിൻ ബഅദിഹി അദ്ദേഹത്തിന് ശേഷം. വ അൻതും ളാലിമൂൻ നിങ്ങളാകട്ടെ അക്രമികളായിക്കൊണ്ട്. ഇവിടെ നേരെ ശ്രദ്ധിക്കുക. നമ്മൾ ചെറിയ രൂപത്തിലാണ് ഇപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞത്. അതിൻ്റെ ബാക്കി അതിന് മുമ്പുള്ള ഭാഗങ്ങൾ ഒന്നുകൂടി ഒന്ന് ഓർക്കാം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൂറത്തു ബഖറയിലുള്ള 51-ാമത്തെ ആയത്താണ്. ഇതിന് മുമ്പുള്ള തൊട്ട് മുമ്പുള്ള ആയത്തുകളിൽ ബനു ഇസ്രായേലരായ ആളുകളെ കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി. അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള പല അനുഗ്രഹങ്ങളും അള്ളാഹു എണ്ണി എണ്ണി പറഞ്ഞു കൊടുത്തു. നിങ്ങൾ അള്ളാഹ്ക്ക് നന്ദിയുള്ളവരാവണമെന്നും നിങ്ങൾ ഒരിക്കലും നന്ദികേട് കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ അവരിലേക്ക് വന്ന മൂസാ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളും വിശദീകരിച്ചു. മൂസാ നബി അലൈഹിസ്സലാം ആ നാട്ടിലേക്ക് വന്നതും അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് നൽകിയ ചില പ്രത്യേകതകളൊക്കെ പറഞ്ഞു. അല്ലെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. എന്നിട്ട് വീണ്ടും അതിൻ്റെ ബാക്കിയാണ് പറയുന്നത്. അതിൻ്റെ ബാക്കിയാണ്, അഥവാ നേരത്തെ ഇതിന് മുമ്പ് പറഞ്ഞ ആയത്തുകൾ എന്താണോ അതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ പറയുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് 40 ദിവസം വാഗ്ദാനം ചെയ്തു. 40 ദിവസം കരാറ് ചെയ്തിരുന്നു. അള്ള പറഞ്ഞ രൂപത്തിൽ സീനാ പർവ്വതത്തിലേക്ക് പോകാൻ. എന്താണ് ആ ഒരു വാഗ്ദാനം എന്നും എന്താണ് ആ ചരിത്രം എന്നും നമുക്ക് വിശദീകരിക്കാം. അതിനു മുമ്പ് ഈ ആയത്തിൻ്റെ ചെറിയ ചില നിബന്ധനകൾ അല്ലെങ്കിൽ ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം. അതിലൊന്നെന്താന്ന് വെച്ചാൽ വഇദ് വഅദ്ന.
അതാണല്ലോ ഇപ്പൊ നമ്മൾ വായിച്ച ഖുറാനിന്റെ ആയത്തിലുള്ളത് വാഅദിന എന്നാണ്. എന്നാൽ ഹദീസുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വഇദ് വാഅദിന എന്നുമുണ്ട്, വഇദ് വഅദിന എന്നുണ്ട്. ഒരാൾ ഓതുന്ന സമയത്ത് വഇദ് വാഅദിന എന്നതിന് പകരം വഇദ് വഅദിന മൂസ വഇദ് വഅദിന മൂസ 40 ലൈല എന്ന് ഓതിയാൽ അത് തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം വാഅദിന എന്നും റിവായത്തുണ്ട്, വഅദിന എന്നും റിവായത്തുണ്ട്. രണ്ട് രൂപത്തിലും നമുക്ക് ഓതാം. നമ്മളിതിനു മുമ്പും അത്തരത്തിലുള്ള ചില ഖിറാത്തുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതായത് നമ്മൾ ഫാത്തിഹ ഓതുന്ന സമയത്ത് മാലികി യൗമിദ്ദീൻ അല്ലെ നമ്മൾ ഓതൂലേ, മാലികി യൗമിദ്ദീൻ. എന്നാൽ അവിടെ മാലിക്കി എന്നതിന് പകരം ഒരാൾ മലികി യൗമിദ്ദീൻ, മലികി യൗമിദ്ദീൻ അതും ഓതാം. അതിനു മുമ്പ് നിങ്ങളെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഏതായിരുന്നാലും ആ രൂപത്തിൽ എന്തുണ്ട്, ഖിറാഅത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട്. വഅദ് എന്നും പറയാം, വഅദ് എന്നും പറയാം, വഅദിന ഔ വഅദിന രണ്ടും പറയാം. രണ്ടും ഒരുമിച്ച് പറയരുത്, ഏതെങ്കിലും ഒന്ന് പറയാന്ന് മാത്രം. ഓക്കെ, അതാണ് നമ്മൾ ഓത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പിന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ഇത് വഅദിന മൂസ 40 ലൈല എന്നാ പറഞ്ഞത്. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് 40 ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല കരാറ് ചെയ്തു. മറ്റു ചില ആയത്തുകളിൽ കാണാൻ പറ്റും 40 എന്നുള്ളതല്ല, മറിച്ച് 30 30 ദിവസം എന്നാണ്. 30 ദിവസവും പിന്നെ ഒരു 10 ദിവസവും കൂടി. ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല 30 ദിവസമാണ് പറയുന്നത്. പിന്നെ എന്ത് ചെയ്തു, 10 ദിവസം കൂടി അതിലേക്ക് സായിദയായി വർദ്ധിപ്പിച്ചു. അങ്ങനെ 40 ദിവസം. അങ്ങനെയാണ് ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റുക. അല്ല ഒറ്റയടിക്ക് 40 ദിവസം അല്ല, 30 ദിവസം ആദ്യം പറഞ്ഞു, എന്നിട്ട് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു, ഒരു 10 ദിവസം കൂടി എടുക്കാൻ വേണ്ടി പറഞ്ഞു. എന്താണ് ശരിക്ക് ഈ 40 ദിവസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി ഇസ്ലാമിനെ തന്നിലേക്ക് വിളിച്ചത്? ഇനി നമ്മൾ നേരെ ശ്രദ്ധിക്കണം, ചരിത്രങ്ങളിലേക്ക് വരികയാണ്. അതായത് ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പ്രവാചകനായിട്ട് തെരഞ്ഞെടുത്തു. ഓൾറെഡി അദ്ദേഹം ഇതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ജീവിതമുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാം ഈജിപ്തിൽ ജനിച്ചു. എന്നിട്ട് അദ്ദേഹം യുവാവായി അവിടെ കഴിച്ചുകൂട്ടി, ഫിർഔനിന്റെ കൊട്ടാരത്തിൽ തന്നെ കഴിച്ചുകൂട്ടി. പിന്നീട് ആ കൊട്ടാരത്തിൽ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെടുന്ന രംഗമുണ്ടായി. ഒരു ഖിബ്തിയെ അദ്ദേഹം അടിക്കേണ്ടി വന്നു. ആ അടി കാരണത്താൽ ആ ഖിബ്തിയായ മനുഷ്യൻ കൊല ചെയ്യപ്പെടുകയും ആ കാരണം കൊണ്ട് തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാമക്ക് നാട് വിടേണ്ടി വരികയും ചെയ്തു. അങ്ങനെ അദ്ദേഹം മദിയനിലെത്തി. ആ മദിയനിലെത്തിയതിനു ശേഷം അദ്ദേഹം അവിടെ 10 വർഷത്തോളം കഴിച്ചു കൂട്ടുന്നുണ്ട്. അവിടെ വിവാഹം കഴിച്ച് അദ്ദേഹം കുടുംബമായി ജീവിക്കുന്നു. അങ്ങനെ 10 വർഷം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരികയാണ്. മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരുന്ന സമയത്താണ് അദ്ദേഹം തൻ്റെ ഭാര്യയെയും മക്കളെയൊക്കെ ഒരു സീനാ പർവ്വതത്തിന് അവിടെ എത്തിയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ആ മലയുടെ മുകളിൽ ഒരു തീ ഇങ്ങനെ കാണുന്നുണ്ട്, ഞാൻ അവിടെ പോയി നോക്കട്ടെ എന്താണ് തീ എന്നുള്ളത്. അവിടെ വെച്ചുകൊണ്ടാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായിട്ട് തെരഞ്ഞെടുക്കുന്നത്. അദ്ദേഹത്തെ പ്രവാചകനായി തെരഞ്ഞെടുത്തു. അദ്ദേഹത്തോട് ചില ഉത്തരവാദിത്തങ്ങൾ അറിയിച്ചു കൊടുത്തു. അദ്ദേഹം ചില ആവശ്യങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ വെച്ചു. കാരണം അദ്ദേഹത്തിന് സംസാരിക്കാൻ വിക്കുള്ള ആളായിരുന്നു. സംസാരം ഇങ്ങനെ വിക്കിയിട്ടാണ് പറയുക. അതുകൊണ്ട് തൻ്റെ സഹോദരനായ ഹാറൂനെയും ഈ ഒരു ദൗത്യം ഏൽപ്പിക്കണമെന്ന് പറയുകയും അങ്ങനെ രണ്ടുപേരും കൂടി ഈജിപ്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. എല്ലാവർക്കും മനസ്സിലാവണില്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഞാൻ വീണ്ടും പറയാണ്. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം ഈജിപ്തിലേക്ക് ചെന്നു. ഈ ഫിർഔനിന്റെ അടുക്കൽ വന്ന് ദീനിനെ കുറിച്ച് പ്രബോധനം ചെയ്യാൻ തുടങ്ങി. ഫിർഔനെതിരായി അള്ളാഹു സുബ്ഹാനഹു വ തആല പല പരീക്ഷണങ്ങളും നൽകി. മൂസാ നബി അലൈഹി ഇസ്ലാമക്ക് ആ ഒരു വടി നൽകി, അല്ലെങ്കിൽ ആ വടിയിൽ ചില മാറ്റങ്ങൾ മുഅ്ജിസത്ത് പ്രകടമാക്കി അള്ളാഹു. അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായി. അവസാനം അവിടെ ഉണ്ടായിരുന്ന ബനു ഇസ്രായേലരായ ആളുകളെയും കൊണ്ട്
ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോകാൻ അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പന കൊടുത്തു. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമും ഈ ബനു ഇസ്രായേലരായ ആളുകളും കൂടി അവിടുന്ന് തിരിച്ചു വരുമ്പോഴാണ് ഈ ഫിർഔനും കൂട്ടരും അവരെ പിടിക്കാൻ വേണ്ടി വരികയും മൂസാ നബി അലൈഹി സ്വലാം വടികൊണ്ട് അടിച്ചപ്പോൾ കടൽ രണ്ടായി പിളരുകയും അവരതിലൂടെ രക്ഷപ്പെടുകയും ഒക്കെ ചെയ്തത്. ഇത്രയും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമും ആളുകളുമൊക്കെ രക്ഷപ്പെട്ടു. അഥവാ ബനു ഇസ്രായേലരായ ആളുകളും മൂസാ നബി അലൈഹി സ്വലാമും രക്ഷപ്പെട്ടു. അവരുടെ ശത്രുക്കളായിരുന്ന ഫറോവയും കൂട്ടരും കൊല ചെയ്യപ്പെടുകയും ചെയ്തു, അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കി നശിപ്പിക്കപ്പെടുകയും ചെയ്തു. അവരിങ്ങനെ പോവുകയാണ്. അവരുടെ ലക്ഷ്യം എന്താ വെച്ചാൽ ഫലസ്തീനാണ്. അവരുടെ ഏറ്റവും ഒരു പരിപാവനമായ സ്ഥലം, അല്ലെങ്കിൽ അവരുടെ പണ്ടത്തെ സ്ഥലം എന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഇസ്ഹാഖ് നബിയും യാക്കൂബ് നബിയും ഒക്കെ നിലകൊണ്ടിരുന്ന ആ സ്ഥലമാണ് ഫലസ്തീൻ. അവരുടെ സ്വന്തം നാട്, ജന്മനാട് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സ്വന്തം നാട് എന്ന് പറയാം, വിശുദ്ധ നാട് എന്ന് പറയാം. ആ നാട്ടിലേക്ക് അവർ തിരിച്ചു പോകാൻ നിൽക്കും. അതിനിങ്ങനെ പോകണം. അതിനിടയിലാണ് അവരൊരു നാട്ടിലൂടെ പോകുന്നത്. ആ നാട്ടിലൂടെ പോയ സമയത്ത് അവിടുത്തെ ആളുകളുണ്ട് ഒരു ബിംബത്തെ വെച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരൊരു ബിംബത്തെ വെച്ചുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ആ സമയത്ത് ഈ ബനു ഇസ്രായേലരായ ആളുകൾ മൂസാ നബി അലൈഹി സ്വലാമിനോട് പറയാണ്, മൂസ, അവർക്കൊരു ഇലാഹ് ഉള്ളത് പോലെ തന്നെ ഞങ്ങൾക്കും എന്ത് ചെയ്യണം, അവർക്കൊരു ബിംബം ഉള്ളത് പോലെ, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരാൾ ഉള്ളത് പോലെ ഞങ്ങൾക്കും ഒരാളെ വെച്ചു തരൂ, ഞങ്ങൾക്കും അതേപോലെ ഒരു ബിംബം വെച്ചു തരൂ. മൂസാ നബി അലൈഹി സ്വലാമക്ക് ശക്തമായ ദേഷ്യം വന്നു. കാരണം എന്താണോ ഇത്ര കാലം ഓരോട് പറഞ്ഞത് അതൊക്കെ സ്വീകരിച്ചു എന്ന് പറഞ്ഞ ആൾക്കാർ നേർക്കുനേരെ കണ്ടിട്ട് പിന്നെയും തല കുത്തനെയാണ്. മൂസാ നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു, നിങ്ങൾ വല്ലാത്തൊരു കൗമ തന്നെയാണ്, അങ്ങേയറ്റം അജ്ഞതയുള്ള വിവരമില്ലാത്ത കൗമായ പോലെ നിങ്ങളത്. അങ്ങനെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇങ്ങനെ തിരിച്ചു പോകണം. വീണ്ടും അവർ പോവുകയാണ്. ആ പോകുന്നതിനിടയിലാണ് ഇപ്പോഴൊന്നും മൂസാ നബി അലൈഹി സ്വലാമക്ക് എന്ത് ചെയ്തിട്ടില്ല, തൗറാത്ത് നൽകപ്പെട്ടിട്ടില്ല. ഈ സമയം വരെയും തൗറാത്ത് കിട്ടിയിട്ടില്ല. അങ്ങനെ പോകുന്ന സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു തആല മൂസാ നബി അലൈഹി സ്വലാമിനെ വീണ്ടും സീനാ പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് വിളിക്കുന്നത്. 30 ദിവസം അദ്ദേഹത്തോട് മാറി നിൽക്കാൻ വേണ്ടി, തൻ്റെ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അതിലൊക്കെ അള്ളാഹുവിൻ്റെ ചില ഹിക്മത്തുകൾ ഉണ്ട് കേട്ടോ. അള്ളാഹുവിൻ്റെ ചില ഇടപെടലുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. 30 ദിവസം മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അത് കേവലം മാറി നിൽക്കുക എന്നുള്ളതല്ല, അദ്ദേഹം നോമ്പെടുത്തുകൊണ്ടും ആരാധനാ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും 30 ദിവസം മാറി നിൽക്കണം. അങ്ങനെ 30 എന്നുള്ളത് ആയപ്പോൾ വീണ്ടും അള്ളാഹു 10 കൂടി എന്ത് ചെയ്തു, വർദ്ധിപ്പിച്ചു കൊടുത്തു. അങ്ങനെ 40 ദിവസമായപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു തആല തൗറാത്തിനെ മൂസാ നബി അലൈഹി സ്വലാമക്ക് നൽകണത്. നേരെ ശ്രദ്ധിക്കണം, തൗറാത്തിനെ നൽകി. ആ തൗറാത്ത് നൽകുന്നത് 2 ചട്ടക്കുള്ളിലാക്കപ്പെട്ട, അല്ലെങ്കിൽ ഒരു പലക രൂപത്തിലാണ്, ഒരുപാട് പലകകളിൽ എഴുതപ്പെട്ട രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, അത് കൊടുക്കുന്നത്. അത് മൂസാ നബി അലൈഹി സ്വലാമക്ക് നൽകി. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം അതുമായിട്ട്, അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ ഈ തൗറാത്തുമായിട്ട്, അവർക്കുള്ള വേദഗ്രന്ഥവുമായിട്ട് ജനങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം കണ്ട കാഴ്ച അങ്ങേയറ്റം വിഷമകരമായിരുന്നു. എന്താണ് ആ മനുഷ്യന്മാർ ചെയ്തത്? അവര് ഒരു പശുക്കുട്ടിയെ, അല്ലെങ്കിൽ ഒരു കാളക്കുട്ടിയെ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒന്നും കൂടി നമ്മൾ മനസ്സിലാക്കാം. മൂസാ നബി അലൈഹി സ്വലാം സീനാ പർവ്വതത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ 40 ദിവസത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല മൂസാ നബി അലൈഹി സ്വലാമിനെ വിളിക്കുന്നതിന് മുമ്പ്, അങ്ങോട്ട് പറഞ്ഞയക്കുന്നതിന് മുമ്പ്, മൂസാ നബി അലൈഹി സ്വലാം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹാറൂൻ നബി അലൈഹി സ്വലാമിനോട് പറയുന്നുണ്ട് ഈ സമൂഹത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി. അങ്ങനെ ഹാറൂൻ നബി അലൈഹി സ്വലാമിനെ ഏൽപ്പിച്ചിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാം പോയത്. എന്നാൽ ആ ഒരു കൂട്ടത്തിൽ, നേരെ ശ്രദ്ധിക്കുക, ഈ ബനു ഇസ്രായേലരായ ആളുകളുടെ കൂട്ടത്തിൽ സാമിരി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. സാമിരി എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇയാളെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ പല തഫ്സീറുകൾ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം കൂടി പറഞ്ഞാൽ നമ്മുടെ സമയം
അധികരിച്ചു പോകും. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഈ സാമിരി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബനു ഇസ്രായേലരായ ആളുകളോട് അവരുടെ കയ്യിലുള്ള ആഭരണങ്ങൾ, സ്വർണത്തിന്റെ ആഭരണങ്ങളൊക്കെ തരാൻ വേണ്ടി പറഞ്ഞു. ഇവിടെ നമ്മളൊരു ചരിത്രം കൂടി മനസ്സിലാക്കുക. മൂസാ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലരായ ആളുകളെ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി, ഈജിപ്തിൽ നിന്ന് അവർ രക്ഷപ്പെടാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ, അന്ന് ഈജിപ്തിലുള്ള ഖിബ്തികളായ സ്ത്രീകളുടെ കയ്യിൽ നിന്ന് ഈ ബനു ഇസ്രായേലിൽപ്പെട്ട സ്ത്രീകൾ സ്വർണം കടം വാങ്ങിയിരുന്നു. അതെന്തിനാന്ന് വെച്ചാൽ, ഞങ്ങൾക്കൊരു പ്രോഗ്രാം ഉണ്ട്, ഒരു കല്യാണം ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് പോണത് എന്ന് പറയാൻ, ഇവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും കൂടി ഇവിടുന്ന് രക്ഷപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായും ഇവർ ആക്രമിക്കപ്പെടും. ആ ഒരു പേടിയുള്ളത് കൊണ്ട് തന്നെ ഇവര് ഈ ബനു ഇസ്രായേലിൽപ്പെട്ട സ്ത്രീകൾ ഖിബ്തികളിൽപ്പെട്ട സ്ത്രീകളുടെ സ്വർണ്ണാഭരണം അവര് കടമായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ പോരുന്നത്. അതിനിടയിലാണ് കടലിന്റെ ഭാഗത്തേക്ക് എത്തുന്നതും അവസാനം കടല് 2 ഭാഗമായി പിരിയുന്നതും ഇവര് കടൽ കടന്ന് രക്ഷപ്പെടുന്നതും ഈ ഫിറഔനും കൂട്ടരും അതിൽ മുങ്ങി നശിക്കുകയും ചെയ്തു. ഇനി ഈ സ്വർണം തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റൂല. കാരണം ഇനി കടലാണുള്ളത്. ഇനി വീണ്ടും ആ കടൽ കടന്ന് അപ്പുറത്തേക്ക് എത്തുക എന്നുള്ളത് ശ്രമകരമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഈ സ്വർണം കയ്യിൽ പിടിച്ച് നിൽക്കണം. അവിടെയാണ് ഈ സാമിരി ഇടപെടുന്നത്. ചരിത്രത്തിൽ കാണാൻ പറ്റും, ഈ സാമിരി കുറച്ചൊരു കൂർമ്മ ബുദ്ധിക്കാരനായിരുന്നു. അയാളുടെ പേര് ശരിക്ക് മൂസ എന്നുള്ളത് തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഏതായിരുന്നാലും ഈ ഒരു സാമിരിയെ സംബന്ധിച്ചിടത്തോളം ഇയാള് എല്ലാ ആളുകളുടെ കയ്യിൽ നിന്നും അവരുടെ കയ്യിലുള്ള സ്വർണങ്ങളൊക്കെ വാങ്ങി. ഇതൊക്കെ ഉരുക്കിയിട്ട് കളയുക എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ ആ ഉരുക്കിയിട്ട് എല്ലാം ഉരുക്കി അതിൻ്റെ കൂടെ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോൾ അത് മനസ്സിലാക്കിയ സാമിരി ജിബ്രീൽ അലൈഹിസ്സലാം നിന്നിരുന്ന ഭാഗത്ത് നിന്ന് കുറച്ച് മണ്ണെടുത്തുകൊണ്ട് അതും ഇതിലേക്ക് ഇട്ടു എന്നും ചില തഫ്സീറുകളിൽ കാണാൻ പറ്റും. എന്നിട്ട് ആ ഒരു സമയത്ത് ഈ ആഭരണങ്ങൾ കൊണ്ട് അത് മുഴുവൻ ഉരുക്കിയിട്ട് ഒരു കാളക്കുട്ടിയുടെ രൂപത്തിലാക്കി. ആ ഒരു കാളക്കുട്ടിയുടെ ഉള്ളിൽ നിന്നും ചില ശബ്ദങ്ങളും വരാൻ തുടങ്ങി. അതിന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ഒന്നുകിൽ അത് ഒരു ശൈത്താനിയത്തായിരുന്നു, ശൈത്താൻ തന്നെ ആളുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചെയ്തതാണ്. അതല്ലെങ്കിൽ അതിനെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് അതിൻ്റെ മുഖം തിരിക്കുന്ന സമയത്താണ് ആ ശബ്ദം വന്നിരുന്നത്, അത് കാറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെന്നൊക്കെ വിശദീകരിച്ചവരുണ്ട്. എന്തായിരുന്നാലും അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു കാളക്കുട്ടിയുടെ ശബ്ദം, ഈ പശുക്കൾ മുക്രയിടുന്ന ശബ്ദം ഉണ്ടല്ലോ, എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അപ്പൊ അങ്ങനത്തെ ഒരു ശബ്ദം ഇതിന്ന് വരുന്നുണ്ട്. അപ്പൊ ജീവനില്ലാത്തതിൽ നിന്ന് എങ്ങനെയാ ശബ്ദം വരുന്നേ? ആളുകൾ അത്ഭുതത്തോടു കൂടി നോക്കുമ്പോഴാണ് സാമിരി പറയുന്നത്, സത്യത്തിൽ ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയ ഈ ഒരു കാളക്കുട്ടി ഉണ്ടല്ലോ, ഇതാണ് ശരിക്ക് പടച്ചോൻ. ഈ ഒരു പടച്ചോന്റെ അടുത്തേക്കാണ് ശരിക്ക് മൂസ പോയിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ പടച്ചോന്റെ രൂപത ഇതിന്റെ സൗണ്ട് അടക്കം വരുന്നുണ്ട്, ഇതിന്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് അടക്കം വരുന്നുണ്ട്. നമ്മൾ എല്ലാ കാര്യവും ഇതിനോട് പറഞ്ഞാൽ മതി. ആ ആളുകൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് ഈ സാമിരി ഉണ്ടാക്കിയിട്ടുള്ള ഈ പശുക്കുട്ടി അല്ലെങ്കിൽ കാളക്കുട്ടിയെ ആരാധിക്കാൻ തുടങ്ങിയതാണ്. നമ്മളൊന്ന് ആലോചിച്ചൊക്കെ, ഇങ്ങനെ ഈ ബനു ഇസ്രായേലരായ ആളുകളുടെ ജഹാലത്ത്, അവരുടെ അജ്ഞതയുടെ ആഴം നോക്ക്. അവരെങ്ങനെയുള്ള മനുഷ്യർ, അവരുടെ കയ്യിൽ നിന്നാണ് ഈ സ്വർണം വാങ്ങണത്. അവരുടെ കയ്യിൽ നിന്നാണ് സാമിരി സ്വർണം വാങ്ങണത്, അല്ലാതെ സാമിരി ആദ്യമേ ഉണ്ടാക്കിയതല്ല. ഇവരുടെ കയ്യിൽ നിന്നും വാങ്ങിയ സ്വർണം എടുത്തുകൊണ്ട് ഇവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു രൂപം ഉണ്ടാക്കിയിട്ട് പറയാണ്, ഇതാണ് പടച്ചോൻ. എന്നാ ശരി, ഇന്ന് തന്നെ പടച്ചോൻ എന്നും വിശ്വസിച്ചു അല്ലെ? ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ട് പല ആളുകളും സ്വന്തം കൈകൾ കൊണ്ട് ഒരു കല്ല് ഒരാൾ കൈകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ്, ആ കല്ല് വെച്ചിട്ട് ഇങ്ങനെ 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 ആക്കി അതിനൊരു രൂപം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി ഇതാണ് ദൈവം, ഇതാണ് ദൈവം, ഈ ദൈവത്തോട് നമുക്ക് എന്തും പറയാം അല്ലെ? അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ളത്. എങ്കിൽ അതേ അവസ്ഥയാണ് ഈ ബനു ഇസ്രായേലരായ ആളുകളും. അവരുടെ ആ ഒരു അജ്ഞതയുടെ ആഴമായിരുന്നു നമുക്ക് ഈ ചരിത്രത്തിൽ വായിക്കാൻ കഴിയാം. ഈ ഒരു ചരിത്രത്തിൽ നമുക്ക് ബോധ്യപ്പെടേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്.
നമുക്ക് ബോധ്യപ്പെടേണ്ട ചില കാര്യങ്ങൾ. ഈ വിഭാഗം ആരാണ് ശരിക്ക്? ഈ ബനൂ ഇസ്രായേലരായ ആളുകൾ ആരാണ്? അവരതിനു മുമ്പ് എന്തെല്ലാം കണ്ടിട്ടുണ്ട്? അവരതിനു മുമ്പ് എന്തെല്ലാം കേട്ടിട്ടുണ്ട്? മനസ്സിലാവുണ്ടോ? അത് നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഈ ആളുകൾ, ബനൂ ഇസ്രായേലരായ ആളുകൾ അതിനു മുമ്പ് കണ്ട കാഴ്ചകൾ എന്തൊക്കെയുണ്ട്? മൂസാ നബി അലൈഹി സ്വലാം വടിയിട്ടപ്പോ പാമ്പാകുന്നത് അവർ കണ്ടിട്ടുണ്ട്, അല്ലെ? മൂസാ നബി അലൈഹി സ്വലാം വടിയിട്ടപ്പോ പാമ്പാകുന്നത് അവർ കണ്ടു. പിന്നെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കൂടെ മജീഷ്യന്മാരായ ആളുകൾ ഒരു മത്സരം വെച്ച സമയത്ത് ആ മാജിക്കാരെ മുഴുവൻ പരാജയപ്പെടുത്തിക്കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം വിജയിച്ചത് അവർ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് ഫിറഔൻ ചോദിച്ചത്, ഞാൻ നിങ്ങൾക്ക് അനുവാദം നൽകുന്നതിന് മുമ്പേ നിങ്ങൾ ഈ മതം ഒഴിവാക്കിയേ, അതായത് ഇസ്ലാം സ്വീകരിക്കേ, എന്നാ നിങ്ങളുടെ കയ്യും കാലും ഞാൻ വെട്ടുന്നു പറഞ്ഞു. രണ്ടും ഓപ്പോസിറ്റ് ദിശയിലായിട്ട് മുറിക്കും, വലത്തേ കാലും ഇടത്തേ കയ്യും, വലത്തേ കയ്യും ഇടത്തേ കാലും ഈ രൂപത്തിൽ മുറിച്ചു കളയുന്നു പറഞ്ഞു. അപ്പോഴും ഒരു പേടിയില്ലാതെ ഫിറഔനിന്റെ മുന്നിൽ ഫിറഔൻ എന്തും ചെയ്തോ ഞങ്ങൾ റെഡിയാണ്, ഞങ്ങളെ കൈ മുറിച്ചാലും കാല് മുറിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, ഞങ്ങളുടെ ശരീരം വരെ നൽകാൻ റെഡിയാണ്, പക്ഷേ ഞങ്ങൾ ഒരിക്കലും നിന്റെ കൂടെ അല്ല, ഞങ്ങൾ അള്ളാന്റെ കൂടെ ഉണ്ടാകുക, അഥവാ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഉണ്ടാകുള്ളൂ. അങ്ങനെ പറഞ്ഞ ആളുകൾ അവരിങ്ങനെ വരുന്ന സമയത്താണ് കടൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നത്. കടലിലെ ആ ഒരു അവസ്ഥ കണ്ട് എന്താ ഇപ്പൊ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞത്, ഇന്ന മഅീ റബ്ബി സയഹ്ദീൻ, തീർച്ചയായും എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അള്ളൊരു വഴി കാണിച്ചു തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല വഴി കാണിച്ചു കൊടുത്തു. വടി കൊണ്ട് അടിക്കാൻ വേണ്ടി പറഞ്ഞു, രണ്ട് പിളർപ്പായി, അവര് രക്ഷപ്പെട്ടു. അവരിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴോ ഫിറഔനും കൂട്ടരും മുങ്ങി നശിച്ചു. ഇതൊക്കെ നേർക്ക് നേരെ കണ്ണുകൊണ്ട ആളുകൾ, കണ്ണുകൊണ്ട് കണ്ട ആളുകൾ. ആ ആളുകളാണ് എന്ത് ചെയ്യണത്? ദീനിന്ന് മാറുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേക്ക്. അങ്ങനെയൊക്കെ മനസ്സിലാക്കിയ ആൾക്കാരെന്ത് ചെയ്യാണ്? ഇതൊക്കെ മറന്നിട്ട് ഈ ദീനിന്നിട്ട് ഒഴിവായി. എവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്? നമ്മുടെയൊക്കെ ഒരു തോന്നലാണ്, എൻ്റെ ഒന്നും ജീവിതത്തിലുണ്ടല്ലോ ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവില്ല, ഞാനൊക്കെ എന്നും ഈ ദീനിന്റെ ആളായിരിക്കും, എനിക്കൊന്നും ഒരിക്കലും, ഞാൻ എത്ര കാലായിച്ചിട്ട് അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട്. പണ്ടൊക്കെ എൻ്റെ വാപ്പയൊക്കെ അങ്ങനെയായിരുന്നു, എൻ്റെ അമ്മയ്ക്ക് എങ്ങനെയായിരുന്നു, എൻ്റെ വല്യപ്പാക്കൊന്നും ഇതൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ ഞാനൊക്കെ ഒരു 10-20 കൊല്ലായി ഇത് പഠിക്കാൻ തുടങ്ങിയിട്ട്, 25 കൊല്ലായി, അല്ലെങ്കിൽ 15 കൊല്ലായി ഞാൻ ഖുർആൻ ക്ലാസ്സിൽ പോകാൻ തുടങ്ങിയിട്ട്. എനിക്കൊന്നും ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവില്ല. ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ചുകൊണ്ട്, അഥവാ മൂസാ നബി അലൈഹി സ്വലാമിന്റെ മുന്നിൽ വെച്ച് ദീനിന്റെ എല്ലാ കാര്യവും മനസ്സിലാക്കിയിട്ടും പിന്നെയും തലകുത്തനായ ആൾക്കാരാ വരും. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊന്നും ഒരിക്കലും മാറൂല എന്ന് വിചാരിക്കണ്ട. നമുക്കും മാറ്റം വരും, നമ്മളും തിരിയും, നമ്മളും മാറും, നമ്മളും പിന്തിരിഞ്ഞു പോകും, നമ്മളും ഈ ദീനിൽ നിന്ന് അകന്ന് അകന്ന് അകന്നു പോകും. എന്താണ് അതിന്റെ കാരണം? അതുകൂടി ഉണ്ടല്ലോ. എന്താണ് ഈ പറഞ്ഞ ആളുകൾ മാറാനുള്ള കാരണം? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കോ, മതകാര്യങ്ങളിൽ നിന്നും ഇടവേളകൾ സ്വീകരിച്ചാലുള്ള ഒരു അവസ്ഥയാണ്. പണ്ഡിതന്മാർ എണ്ണി പറയുന്ന ഒരു കാര്യമാണത്. മൂസാ നബി അലൈഹി ഇസ്ലാം ഒരു ഇടവേള കൊടുത്തു, അല്ലെ? മൂസാ നബി അലൈഹി ഇസ്ലാം അവിടെ കൂടെ ഉണ്ടായിരുന്നു, പിന്നാലെ നടന്ന് ഓരോരുത്തർ അങ്ങനെ ചെയ്യരുതട്ടോ, ഇങ്ങനെ ചെയ്യരുതട്ടോ, അങ്ങനെ ചെയ്യരുട്ടോ, ഇങ്ങനെ ചെയ്യണട്ടോ എന്നൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷെ ഒരു 40 ദിവസം മാറിയപ്പോഴേക്ക് ആളാകെ പുടുത്തണ്ട് വിട്ടു, എല്ലാവരും തലയിരുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിനോട് എപ്പോഴും അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും പറയുന്നത്. നമ്മൾ അതിൽ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ നമുക്കും ഇതൊക്കെ സംഭവിക്കും. അതിന്റെ ഏറ്റവും വലിയ തെളിവ് പറഞ്ഞേ, ഒരാഴ്ച നമ്മൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് നിസ്കരിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. ഒരാഴ്ചയോളം ദീനിയായ ക്ലാസ്സുകളൊന്നും കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ കേൾക്കുമ്പോൾ ഒരു ഇതൊന്നും ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ പോട്ടെ, ഇനിയിപ്പോൾ ഇങ്ങനെ പോട്ടെ, അത് നടക്കൂലേ, അത് ഇനി പഠിക്കില്ല, അല്ലെ? ഇങ്ങനെ ബാക്കിലേക്ക് പോകും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, 3 ആഴ്ച ഒരാള് മനഃപൂർവം ജുമഅ ഒഴിവാക്കിയാൽ
3 ആഴ്ച ഒരാൾ മനഃപൂർവ്വം ജുമുഅ ഒഴിവാക്കിയാൽ അയാളുടെ ഹൃദയത്തിൽ അള്ളാഹു സീല് വെക്കുന്ന, അയാൾ സീല് വെക്കും, അള്ളാഹു അയാളുടെ ഹൃദയത്തിൽ സീല് വെക്കും എന്ന് പറഞ്ഞാൽ പിന്നെ ഓനക്കത് കേൾക്കാൻ തോന്നൂല, പിന്നെ ഓനക്ക് കേൾക്കാൻ തോന്നൂല. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു ഒരു വാക്കുണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ നാട്ടിലുള്ള ആളാണ്, പക്ഷേ അദ്ദേഹത്തിന് ഡൽഹിയിൽ ജോലി കിട്ടി. അപ്പൊ അദ്ദേഹം പറയാണ്, നല്ല തിരക്കുള്ള സമയമാകും പലപ്പോഴും, അതുകൊണ്ട് തന്നെ ഒരു 2-3 ആഴ്ചകൾ ജുമാക്ക് പോയില്ല, തിരക്ക് പറഞ്ഞിട്ട് പോയില്ല. പിന്നെ ഇയാൾ പറയാണ്, പിന്നെ എനിക്ക് പോകാനേ തോന്നണില്ല, ജുമാക്ക് പോകാത്തത് കൊണ്ട് തന്നെ പിന്നെ നിസ്കരിക്കാനും തോന്നണില്ല, ആകണ്ട് പിടുത്തം വിട്ടു. പിന്നെയും കുറെ കാലം കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് മനസ്സിലായി ഈ പോക്ക് പോയ പ്രശ്നം തന്നെയാണ്. മൂപ്പര ആ ജോലി റിസൈൻ ചെയ്തിട്ട് വേഗം നാട്ടിലേക്ക് വന്നു. കാരണം എന്താ വെച്ചാൽ അവിടെ അടുത്ത് പള്ളി ഇല്ല എന്നുള്ളതാണ് കാരണം പറഞ്ഞ്. അടുത്ത് പള്ളി ഇല്ല, അതുകൊണ്ട് പോകാൻ പറ്റണില്ല. തൻ്റെ പിന്നെ കുറച്ച് ദൂരത്തുള്ള പള്ളിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ജോലിക്ക് അന്നത്തെ ദിവസം ലീവാക്കേണ്ടി വരും. അപ്പൊ അത് ബുദ്ധിമുട്ടാണ്. 3 ജുമുഅ ഒരാൾക്ക് ഒഴിവായാൽ അവന്റെ മനസ്സിൽ അള്ളാഹു, അവന്റെ കൽബിൽ അള്ളാഹു സീല് വെക്കും. പിന്നെ അതിലേക്കൊന്നും കയറൂല, അതിലേക്കൊന്നും കയറൂല. ഇത് ജുമായുടെ വിഷയം മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിക്കാം. നമ്മൾ എത്രത്തോളം ദീന് കേൾക്കുന്നുണ്ടോ അതിനനുസരിച്ച് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മാറ്റം വരും. എന്നാൽ ദീന് കേൾക്കാത്ത ആളുകൾക്കോ, കേൾക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ കേൾക്കണം എന്നില്ല, പഠിക്കണം എന്നില്ല. ഒരു 4-5 ക്ലാസ്സുകളുണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി നടക്കൂല കേട്ടോ, ഇനി നടക്കൂല. ഇത് നല്ല ശ്രദ്ധിച്ചോളൂ, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണത്. മൂസാ നബി അലൈഹി സ്വലാം 40 ദിവസം പോയപ്പോഴേക്ക് ആകെ തലയിരിഞ്ഞു ആള്. എങ്കിൽ എല്ലാം കണ്ട അവർക്ക് തലതിരിച്ചിലുണ്ടായെങ്കിൽ, എല്ലാം ബോധ്യപ്പെട്ട അവര് വീണ്ടും തിരിഞ്ഞു പോയെങ്കിൽ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കാണി. നമ്മൾ എന്നിട്ടാ പറയണത് കുടുംബത്തിൽ കല്യാണമാണ്, അതുകൊണ്ട് ഒരു മാസത്തേക്ക് ഞാൻ ഉണ്ടാവൂല. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. കുടുംബത്തിൽ കല്യാണമാണ്, അതുകൊണ്ട് ഒരു മാസത്തേക്ക് ഞാൻ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇന്ന ഒരു കാര്യമുണ്ട്, ഞാനൊരു യാത്രയിലാണ്, ഒരു 2 ആഴ്ചത്തേക്ക് ഞാൻ ഉണ്ടാവില്ല. എന്തൊക്കെ നമുക്ക് ദുനിയാവിന്റെ ഒരു കാര്യം നമുക്ക് തടസ്സം വരുന്നില്ല. ദീനിന്റെ വിഷയത്തിൽ മാത്രമാണ് എന്ത് ചെയ്യുക ഈ തടസ്സങ്ങൾ. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല കേട്ടോ. അതായത് ആകെ നമുക്ക് ഉണ്ടാകുക ഒരായത്തോ അല്ലെങ്കിൽ ഒരു ആയത്തൊക്കെയാണ് ചിലപ്പോൾ പഠിക്കാനുണ്ടാകുക. അല്ല, ചിലപ്പോൾ 4 ദിവസം കൊണ്ട് പഠിക്കേണ്ടത് 2 ആയത്തൊക്കെ. അതായത് അവനൊരു ആയത്ത് എന്ന് പറഞ്ഞേ. ഇതുപോലെ നമ്മൾ ചൊല്ലാതെയും പഠിക്കാതെയും പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നമ്മൾ ഈ ദീനിന്റെ ആളായി മാറും? നമ്മളിങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവൂല. ശൈത്താൻ നമ്മളെ മനസ്സിലിട്ട് എനിക്കൊരു മാറ്റമില്ല, ഞാൻ പഴയ പോലെ തന്നെയാണ്, ഞാൻ നല്ല ഉഷാറാണ്, ഇപ്പോഴും നല്ല ഉഷാറാണ് ഞാൻ. അത് നമ്മൾ സ്വയം ഒന്ന് പരിശോധിച്ചാൽ മതി. നമ്മൾ ഫസ്റ്റ് ദീന് കേട്ട സമയത്തുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ അല്ലേ, വല്ലാത്ത ആർത്തിയോട് കൂടിയായിരുന്നു നമ്മൾ കേട്ടിരുന്നത്. ഞാൻ സാന്ദർഭികമായിട്ട് പറയട്ടെ, ഞാൻ ഒരു 2-3 ആഴ്ചയായിട്ട് കോയമ്പത്തൂരിൽ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. ഖുർആൻ ക്ലാസ്സാണ് കോയമ്പത്തൂരിൽ. ഞാൻ സാന്ദർഭികമായിട്ട് പറയാണ്, നിങ്ങളെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അവിടെ ഒരു ഏകദേശം 40-50 ആളുകളുണ്ടാവും. ഈ ഒരു ദീനിനെ കുറിച്ചൊന്നും ഒന്നും അറിയാത്ത, തഫ്സീറുകളൊന്നും ഒന്നും പഠിക്കാത്ത ആളുകളാണ്. ഞാൻ അവരെ കുറ്റപ്പെടുത്താനല്ല പറയണത്, അവരുടെ ഒരു മഹത്വം അറിയാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം 1.5 മണിക്കൂറോളം ക്ലാസ് ഉണ്ടാവും. 4:45-5 മണിക്ക് തുടങ്ങിയാൽ 6:30 മണി വരെ, അത് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോഴേ നിർത്തുള്ളൂ. അതുവരെയുള്ള ഈ ക്ലാസ്സുകൾ ഒരാൾ പോലും ഒരു മടുപ്പില്ലാതെ, ആ സമയത്ത് ഫോൺ എടുത്ത് വേഗം പുറത്തു പോകാതെ, ആ സമയത്ത് എഴുന്നേറ്റ് പോകാതെ ഫുൾ ടൈം അവിടെ ഇരുന്നിട്ട് കേൾക്കും. അതും വളരെ താല്പര്യത്തോടു കൂടിയാണ് കേൾക്കുന്നത്. ഞാനിത് എന്തിനാ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ പല ആളുകളും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ വല്ലാത്ത ഒരു ആവേശം, ദീന് പഠിക്കാൻ വല്ലാത്ത ഒരു താല്പര്യം അവർക്കുണ്ട്. എന്നാൽ ഈ പറയുന്ന ആളുകളാണെങ്കിലും ശരി, അല്ല കാലങ്ങളായി ദീന് പഠിക്കുന്നവരാണെങ്കിലും ശരി, ഒരു 2-3 ആഴ്ച ഒന്ന് ബാക്കിലേക്ക് നിന്നാൽ പിന്നെ നമുക്ക് റെയിലുമ്മ കയറൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ മുന്നോട്ട് പോകൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നല്ല ശ്രദ്ധിക്കണം. നമ്മളെ പിന്നിലേക്ക് വലിക്കാൻ വേണ്ടിയാണ് പിശാചി എപ്പോഴും കാരണങ്ങൾ മുന്നിലിട്ട് തന്നുകൊണ്ടേയിരിക്കും. മുന്നിൽ ഇങ്ങനെ കാരണങ്ങൾ ഇട്ട് തരും. അത് അവിടെ അവിടെ ഇങ്ങനെ പ്രശ്നമുണ്ടേ. ഇപ്പൊ ഈ ഖുറാൻ ക്ലാസ് നോക്കിയിരുന്നു കഴിഞ്ഞാൽ, ഇതും ചൊല്ലാൻ നോക്കിയിരുന്നു കഴിഞ്ഞാൽ അതവിടെ മുടങ്ങൂലേ? കുടുംബത്തിലെ ആ സൽക്കാരത്തിന് വേണ്ടേ? അപ്പൊ ഈ ഖുറാൻ ഒത്തിരുന്നിക്കുക, അവിടെ പിന്നെ ഇന്ന പരിപാടിയില്ലേ, അവിടേക്ക് പോണ്ടേ?
പിന്നെ ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിൽ പോകുക എന്നുള്ളത് അതും പുണ്യം തന്നെയാണ്. വെറും ഖുറാനോത്ത് മാത്രമൊന്നുമല്ലല്ലോ പുണ്യം. കുടുംബത്തിൽ വിരുന്നു പോയാലും പുണ്യം തന്നെയാണ്. അതും ഇസ്ലാം പറഞ്ഞത് തന്നെയാണ്. അതുകൊണ്ട് ഒരു 2 ആഴ്ച ലീവ് എടുത്താലും ഒരു കുഴപ്പമില്ല. അത് പിന്നെ എനക്ക് കിട്ടുവേ, പിന്നെ അത് ഓതി എടുക്കാൻ പറ്റും. ഇതൊക്കെ ആരാ നമ്മളോട് പറയണേ? പിശാച നമ്മളോട് പറയണേ. തൽക്കാലം അതൊക്കെ ഒഴിവാക്കിക്കോ, ഇതൊക്കെ നിർത്തിക്കോ, കുഴപ്പമില്ല. ബാക്കി നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ എന്നാ. അങ്ങനെയാണ് പലതും. പല ക്ലാസ്സുകളും അങ്ങനെയായിരിക്കും ചില ആളുകൾക്ക്. ക്ലാസ്സുകളുടെ വിഷയത്തിൽ പോലും അങ്ങനെയായിരിക്കും. അവിടെയും പഠിക്കുന്നുണ്ട്, ഇവിടെയും പഠിക്കുന്നുണ്ട്, മറ്റും. ഇതൊന്നും എനിക്കും നടക്കൂല കേട്ടോ, ഞാൻ എല്ലാം നിർത്തുകയാണ്, എല്ലാം നിർത്തുകയാണ്. ആദ്യം എല്ലാം നിർത്തുക എന്നല്ല തീരുമാനിക്കുക, അത് തൽക്കാലം അതിണ് നിർത്തുക, അല്ലെങ്കിൽ ഇതിണ് നിർത്തുക. എന്നിട്ട് പിന്നെ അടുത്തിലേക്ക് പോകും. നമ്മളാണ് പലതും തീരുമാനിച്ചത്. എനിക്കത് കഴിയും, ഞാനത് പഠിക്കാൻ പറ്റും, അങ്ങനെ മുന്നോട്ട് പോയ ആളുകൾ പിന്നെ അതിൽ നിന്നും പിന്നിലേക്ക് പോകുമ്പോൾ ഈ ഒരു ചരിത്രം മനസ്സിലാക്കുക. ഇത്രയേറെ കണ്ടും പിന്നെ കേട്ടും ബോധ്യപ്പെട്ട ആളുകൾ, അനുഭവിച്ച് ബോധ്യപ്പെട്ട ആളുകൾ, ആ അനുഭവിച്ച ആളുകളാണ് എന്ത് ചെയ്യണത്, ഒരു 40 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് തലതിരിഞ്ഞു പോയത്. അതുകൊണ്ട് തന്നെ നമ്മൾ റബ്ബിനോട് നല്ലോണം പ്രാർത്ഥിക്കണം. ഈ ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ എന്താല് ഈ ബനു ഇസ്രായേൽ എന്തും മനുഷ്യന്മാരാ എന്ന് പറയല്ല. ഓരങ്ങനെയാന്ന് വെച്ചോട്ടെ, പക്ഷെ നമ്മൾ അങ്ങനെയാകാൻ പാടില്ല. നമ്മൾ അങ്ങനെയാകാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ അതിന് എതിര് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത് എന്ന് സാന്ദർഭികമായി കൊണ്ട് ഓർമ്മപ്പെടുത്തണം. ഇനി ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ ഒരു പ്രവർത്തനത്തെ എടുത്തു പറഞ്ഞ സമയത്ത് ഒരു ദുൽമാണ് എന്ന് പറഞ്ഞു. ആ ദുൽമ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തിട്ടുള്ള ആ ഒരു പ്രവർത്തനം, അൻതും വാലിമൂൻ എന്ന് പറഞ്ഞല്ലോ. നിങ്ങളാകട്ടെ പിന്നെ വാലിമീങ്ങളാണ്, അക്രമികളാണ്. വലിയ അക്രമമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. എന്തിലൂടെ? അള്ളാഹുവാണ് സൃഷ്ടാവെന്ന് അറിഞ്ഞിരിക്കെ, അവർക്ക് നൽകിയ ഒട്ടേറെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കെ, അല്ലെ? അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാ? അവരെ രക്ഷപ്പെടുത്തി അള്ളാഹു. ഫിറഔനും കൂട്ടരും അവരെ കൊല്ലാൻ വേണ്ടി വന്ന സമയത്ത് അവരെ രക്ഷപ്പെടുത്തി. വലിയ ഒരു കടലിന്റെ മുന്നിൽ ആ വെള്ളത്തിൽ മുക്കിയിട്ട് അള്ളാഹ്ക്ക് അവരെ കൊല്ലാമായിരുന്നു. ആ വെള്ളത്തിൽ മുക്കി ഫിറഔനെയും കൂട്ടരെയും കൊന്നതുപോലെ കൊല്ലാമായിരുന്നു. പക്ഷേ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി. ഇതൊക്കെ ചെയ്തിട്ടും അൻതും ളാലിമൂൻ, നിങ്ങൾ അക്രമികളാണ്. ശരിക്കും ഏറ്റവും വലിയൊരു അക്രമങ്ങൾ ചെയ്തത് അള്ളാഹ്ക്ക് പുറമെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള ഒന്നിനെ ആരാധിക്കുക. അത് വലിയ ഒരു തെറ്റാണ് എന്ന ഒരു സൂചന കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നൽകുന്നുണ്ട്. അപ്പൊ അതാണ് 51-ാമത്തെ ആയത്ത്. ഇനി നമുക്ക് 52-ാമത്തെ ആയത്തിലേക്ക് വരാം. 52-ാമത്തെ ആയത്ത് നേരെ ശ്രദ്ധിക്കാം. 52-ാമത്തെ ആയത്ത് എന്താ വെച്ചാൽ ثم عفونا عنكم من بعد ذلك ثم عفونا عنكم من بعد ذلك لعلكم تشكرون. ثم ഒരുപാട് തവണ നമ്മൾ പറഞ്ഞ വാക്കാണ് സ ബ ത സ സ, നാവ് പുറത്തു വരണം. സുമ്മ, പിന്നെ അഫൗന 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 അഫുവ്, ഇതാണ് അഫൗന. അങ്കും അങ്കും ثم عفونا عنكم من بعد ذلك لعلكم تشكرون. ലഅല്ലക്കും തഷ്കുറൂൻ. ഓക്കെ, എന്താണ് ഈ ആയത്തിലുള്ളത്? സുമ്മ, പിന്നെ. സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ. അഫൗന, അഫവ, അഫുവ്. അഫുവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാന്റെ ഒരു പേരാണ് ശരിക്കും. അഫുവ്, മാപ്പ് നൽകാനാണ്. അഫൗന, നാം മാപ്പ് നൽകി. സുമ്മ, പിന്നെ. അഫൗന, നാം മാപ്പ് നൽകി. അങ്കും, നിങ്ങൾക്ക്. സുമ്മ, പിന്നെ. അഫൗന അങ്കും, നാം നിങ്ങൾക്ക് മാപ്പ് നൽകി. അഥവാ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത ആളുകൾക്ക് അള്ളാഹു എന്ത് ചെയ്തു? മാപ്പ് നൽകി.
മിൻ ബഅദി ദാലിക്, അതിന് ശേഷം, മിൻ ബഅദി ശേഷം, ബഅദ എന്ന ശേഷം, അതിന് മിൻ ബഅദി ദാലിക്, അതിന് ശേഷം നാം നിങ്ങൾക്ക് മാപ്പ് നൽകി. ലഅല്ലക്കും, നിങ്ങളായിരിക്കാൻ വേണ്ടി, ലഅല്ലക്കും, നിങ്ങളായിരിക്കാൻ വേണ്ടി, തഷ്കുറൂൻ, നന്ദിയുള്ളവർ, ശുക്ർ കാണിക്കുന്നവരാവാൻ വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഇതിനു മുമ്പ് അവർ ചെയ്തിട്ടുള്ള, അഥവാ ബനൂ ഇസ്രായേലരായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഒട്ടേറെ അനുഗ്രഹങ്ങൾ ചെയ്തിട്ടും ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ടതിന് പകരം നന്ദികേട് കാണിച്ച് അവർ ഒരു കാളക്കുട്ടിയെ ആരാധിച്ച് ആ കാളക്കുട്ടിയോട് പ്രാർത്ഥന നിർവഹിച്ച് വലിയ ഒരു അക്രമം ചെയ്തു. പക്ഷേ എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് എന്ത് ചെയ്തു? മാപ്പ് നൽകി. അതിനുശേഷം അള്ളാഹു അവർക്ക് മാപ്പ് നൽകി. എന്തിനു വേണ്ടി? ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയിട്ട്, നന്ദി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? അള്ളാഹു സുബ്ഹാനഹു വതആല മാപ്പ് നൽകിയത്. ഇവിടെ അള്ളാഹുവിൻ്റെ ഒരു പേരാണ് അൽ അഫൂവ് എന്നുള്ളത്. അൽ അഫൂവ്, അഫൂവ് എന്ന് പറഞ്ഞാൽ മാപ്പ് നൽകുന്നവൻ എന്നാ അതിൻ്റെ അർത്ഥം. മാപ്പ് നൽകുന്നവൻ, അഫൂവ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ അൽ അഫൂവ് എന്ന നാമം 5 തവണ എന്ത് ചെയ്തിട്ടുണ്ട്? വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അൽ അഫൂവ് എന്നുള്ള നാമം 5 തവണ വന്നിട്ടുണ്ട്. നമ്മളെ അസ്മാഉൽ ഹുസ്ന പഠിച്ച ആളുകൾക്ക് അറിയാൻ പറ്റും. നമ്മളിങ്ങനെ ഈ നാമത്തെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോ ചരിത്രങ്ങളും ഓരോ പ്രാർത്ഥനകളും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടോ? അന്ന് പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? അസ്മാഉൽ ഹുസ്ന നമ്മുടെ കോഴ്സിൽ പങ്കെടുത്തിരുന്ന? ഓക്കെ ഓക്കെ, ആ ഫെബിനത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, മാഷാ അല്ലാ. കുറേ ആളുകളുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ പിന്നെ അതിൽ നമ്മൾ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെ, അഫൂ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ നാമം, മാപ്പ് നൽകുക എന്നുള്ളതാണ് ആ ഒരു നാമത്തിൻ്റെ അർത്ഥം. പിന്നെ ആ ഒരു നാമം ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥന നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു പ്രാർത്ഥന ഉണ്ട്. ഇൻഷാ അല്ലാ അടുത്ത മാസം മുതൽ നമ്മൾ അതിൻ്റെ അവസാനത്തെ 10-ൽ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഈ ലൈലത്തുൽ ഖദ്ർ എന്നാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ മാ അഖൂലു ഫിഹ, ആ ഒരു ദിവസം ഞാൻ എന്താണ് ചൊല്ലേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഞാൻ എന്താണ് ചൊല്ലേണ്ടത്? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അഫുവുൻ, നീ മാപ്പ് നൽകുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, മാപ്പ് നൽകാൻ ഇഷ്ടപ്പെടുന്നവനുമാണ്, ഫഅഫു അന്നി, അതിനാൽ എനിക്ക് നീ മാപ്പ് നൽകണമേ. ഇതാണ് പറയാൻ വേണ്ടി പറഞ്ഞത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഈ ലൈലത്തുൽ ഖദ്റിൽ നടത്തേണ്ട പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ലൈലത്തുൽ ഖദ്ർ എന്നാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ ഒരു പക്ഷേ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. അതിൻ്റെ ചില അടയാളങ്ങൾ വെച്ചുകൊണ്ടൊക്കെ ചിലത് പറയാം. എന്നാൽ അതിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ ചെയ്യൂല, പറയാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. പക്ഷേ ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് അവസാനത്തെ 10-ലാണ് എന്നതിൽ സംശയമല്ല. അവസാനത്തെ 10-ലാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്രാർത്ഥന റമളാനിലെ അവസാനത്തെ 10-ൽ ധാരാളമായി കൊണ്ട് നിർവഹിക്കാനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ, അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, മാപ്പ് നൽകാൻ ഇഷ്ടപ്പെടുന്നവനുമാണ്, ഫഅഫു അന്നി, അതിനാൽ എനിക്ക് നീ മാപ്പ് നൽകണമേ. ഈ ഒരു പ്രാർത്ഥന അൽ അഫൂ എന്ന് പറയുന്ന നാമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഏതായിരുന്നാലും ആ ഒരു വാചകമാണ് ഈ ഒരു ആയത്തിലുള്ളത്. ഇവിടെ ഉദ്ദേശിച്ചത് തുമ്മ അഫൗന അൻകും മിൻ ബഅദി ദാലിക്, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മാപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാ, ശുക്ർ കാണിക്കുന്നവരാവാൻ. അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ, ശുക്ർ കാണിക്കുക. ശുക്ർ, ആ ഒരു വാക്ക് നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്. അള്ളാഹുവിനോടുള്ള ശുക്റുണ്ട്. അള്ളാഹിനോടാണ് നമ്മൾ ശുക്ർ കാണിക്കേണ്ടത്. ഞാൻ അള്ളാഹുവിനോട് ശുക്ർ കാണിക്കുന്നു എന്ന് നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ. 3 രൂപത്തിലാണ് അള്ളാഹുവിനോടുള്ള ശുക്ർ വരുന്നത്. 3 രൂപത്തിലിട്ട്. ഒന്ന് കൽബ് കൊണ്ടാണ്. കൽബ് കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ അതൊക്കെ എൻ്റെ കഴിവാണ്. അതൊക്കെ ഞാൻ അന്ന് ആ ഒരു ഇടപെടൽ നടത്തിയതുകൊണ്ട് ഇങ്ങോട്ട് കിട്ടിയതാ. ഞാൻ നല്ലോണം പരിശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാ. അല്ലെങ്കിൽ എൻ്റെ ഒരു ഞാൻ അന്നത്തെ ആ ഒരു നിലപാടുണ്ടല്ലോ, ആ നിലപാട് കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ആയത്. നമുക്ക് ഒരു അനുഗ്രഹം അത് നമ്മളിലേക്ക് ചേർത്ത് പറയാൻ പറ്റൂല. ഒക്കെ അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവിലേക്കാണ് ചേർത്ത് പറയേണ്ടത്. കൽബ് കൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് കിട്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും അത് അള്ള തന്നതാണ് എന്ന് സമ്മതിക്കണം. കൽബ് കൊണ്ട് ശുക്റാണത്. കൽബ് കൊണ്ടുള്ള നന്ദി പ്രകടനമാണ്. ഇതൊക്കെ എൻ്റെ റബ്ബ് തന്നതാ. എൻ്റെ കുടുംബം അത് റബ്ബ് തന്നതാ. എൻ്റെ ശരീരം അത് റബ്ബ് തന്നതാ. എൻ്റെ ജീവൻ അത് റബ്ബ് തന്നതാ. എൻ്റെ വീട് അത് റബ്ബ് തന്നതാ. എൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ, അതിൻ്റെ പ്രവർത്തനക്ഷമത ഒക്കെ എനിക്ക് റബ്ബ് തന്നതാ. ഞാൻ വിശ്വസിക്കുന്ന ആദർശം അത് റബ്ബ് തന്നതാ. ഞാനിപ്പോൾ പഠിക്കുന്ന ഈ ഖുർആൻ അത് റബ്ബ് തന്നതാ. എനിക്ക് പഠിക്കാനുള്ള ആ ഒരു കഴിവ് അത് റബ്ബ് തന്നതാ. ഒക്കെ റബ്ബ് തന്നതാ. അല്ല നമ്മളെ കഴിവ് അതിലൊന്നുമില്ല. നമ്മളെ കഴിവില്ല. ഒക്കെ റബ്ബ് എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവുക. അതാണ് കൽബ് കൊണ്ട് ശുക്റുണ്ട് എന്ന് പറയുന്നത്. അള്ളാഹിനോടുള്ള ശുക്റിൽ ഒന്ന് കൽബ് കൊണ്ടാണ്, എല്ലാം റബ്ബിലേക്ക് ചേർത്ത് പറയുക എന്നുള്ളതാണത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നാവ് കൊണ്ടാണ്. നാവ് കൊണ്ട് നേരത്തെ പറഞ്ഞതൊക്കെ നമ്മൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളൊക്കെ മനസ്സുകൊണ്ട് അംഗീകരിക്കലാണെങ്കിൽ, രണ്ടാമത്തത് നാവ് കൊണ്ട് പ്രകടിപ്പിക്കലാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താലാണ് എനിക്കത് കിട്ടിയത്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഇങ്ങനെ ഉണ്ടായി. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് എനിക്ക് ഇങ്ങനെ ഉണ്ടായി. ഇങ്ങനെ എന്ത് ചെയ്യണം? നാവ് കൊണ്ട് നമ്മൾ സമ്മതിക്കണം. എപ്പോഴും അള്ളാഹ്ക്ക് നന്ദി പറയണം. ഓരോ കാര്യങ്ങൾ കിട്ടുമ്പോഴും കിട്ടാത്തതിലല്ല നമ്മൾ പറയേണ്ടത്, കിട്ടിയതിൽ ആദ്യം ഒരു നന്ദി പ്രകടനം ഉണ്ട്. ഞാൻ പറയുന്ന ഈ വാചകം നിങ്ങൾ ശ്രദ്ധിക്കണേ. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്, ധാരാളമായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്. ആ പ്രാർത്ഥനയിൽ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത് എങ്ങനെയാണെന്ന് അറിയോ? അപ്പേ എനിക്കത് കിട്ടിയിട്ടില്ലല്ലോ, പടച്ചോനെ എനിക്കിതൊന്ന് എളുപ്പാക്കി തരണേ, പടച്ചോനെ എനിക്ക് ഇന്നതൊന്ന് കിട്ടണേ, പടച്ചോനെ എന്നെ അതിലേക്ക് എനിക്കതൊന്ന് എളുപ്പാക്കി തരട്ടെ, അല്ലെങ്കിൽ ആ ഒരു സാധനം കിട്ടണേ, ഈ ഒരു കുടുംബം ശരിയാവണേ, ആ ഒരു വിവാഹം ശരിയാവണേ, ഈ ഒരു കാര്യം നടക്കണേ. ഇങ്ങനെ നമുക്ക് കിട്ടാത്തതിനെ കുറിച്ച് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. സത്യത്തിൽ നമുക്ക് കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ, അല്ലെ? നമുക്ക് കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഈ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ അള്ളാഹിനോട് എന്ത് ചെയ്യണം? ഏറ്റു പറയണം. ആദ്യം നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അള്ളാഹിനോട് പറയണ്ടേ? റബ്ബേ, നീയാണ് പടച്ചോൻ എനിക്ക് തന്നത്. റബ്ബേ, നിന്റെ കഴിവ് കൊണ്ട് മാത്രം എനിക്ക് കിട്ടിയത്. റബ്ബേ, നീ വിചാരിച്ചിട്ട് ഒരിക്കലും ഇത് കിട്ടൂല. ഇതൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹിൻ്റെ മുന്നിൽ വെക്കേണ്ടത്. അല്ലെ? മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി നടത്തുന്ന പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസ്ഥകൾ പറഞ്ഞിട്ട്, അള്ളാഹുവിൻ്റെ കഴിവ് പറഞ്ഞിട്ട്, തൻ്റെ പ്രാരാബ്ദങ്ങൾ പറയുക ചെയ്യുക. അവിടെ എന്താ വെച്ചാൽ അള്ളയാണ് നമുക്ക് ഇതൊക്കെ തരാനുള്ളത്. റബ്ബ് നമുക്ക് ഒരുപാട് തന്നിട്ടുണ്ട്. ആ തന്നതിൽ നാവ് കൊണ്ട് ഒരു നന്ദി പ്രകടനം, ഒരു ഹംദ് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ബാക്കിയുള്ളതിലേക്ക് പോകേണ്ടത്. മൂന്നാമത്തത് അവയവങ്ങൾ കൊണ്ടാണ്. ചില ആൾക്കാരുണ്ട്, എല്ലാം പറയും, എനിക്കുണ്ടല്ലോ, റബ്ബാണ് പടച്ചോൻ അള്ളയാണ് ഇതൊക്കെ തന്നത്, അൽഹംദുലില്ലാ, 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 ഒക്കെ ഹംദ് പറയാൻ ഉഷാറാ. അല്ല, നിങ്ങൾ നിസ്കരിക്കണ്ട. നിസ്കരിക്കണം, ഞാൻ പിന്നെ നിസ്കരിക്കാം, പിന്നെ എപ്പല്ല. ഒക്കെ റബ്ബാ തന്നത് എന്ന് അംഗീകരിക്കും. പക്ഷെ എന്ത് ചെയ്യൂല? അത് നാവ് കൊണ്ട് പ്രഖ്യാപിക്കുന്ന ആള് തന്നെ അവയവങ്ങൾ കൊണ്ട് അള്ളാഹ്ക്ക് നന്ദി കാണിക്കൂല. നിസ്കാരം അവയവങ്ങൾ കൊണ്ടുള്ള നന്ദി പ്രകടനമാണ്. നോമ്പ് നന്ദി പ്രകടനമാണ്. ഖുർആൻ പാരായണം നന്ദി പ്രകടനമാണ്. പക്ഷേ ആ നന്ദി എന്ത് ചെയ്യൂല? അവയവങ്ങൾ കൊണ്ട് ഇതൊന്നും ചെയ്യൂല. ഒക്കെ അങ്ങനെ ആദ്യത്തെ പറഞ്ഞ രണ്ടെണ്ണം അള്ള തന്നു എന്ന് പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ അത് മനസ്സിൽ കൊണ്ടു നടക്കുക. മൂന്നാമത്തെ കാര്യം ഉണ്ടാവില്ല. പക്ഷെ അതല്ല യഥാർത്ഥ വിശ്വാസി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനൊക്കെ നന്ദി പ്രകടനം നടത്തിയിട്ടുണ്ട്. നേരെ ശ്രദ്ധിച്ചോട്ടോ. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അബൂബക്കറിന്റെ മകനായിരുന്നു അത്വാർ റളിയല്ലാഹു അൻഹുവും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത്വാറയും അതേപോലെ തന്നെ ഉബൈദുല്ലാഹി ഇബ്നു ഉമൈർ, രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഈ രണ്ടുപേരും കൂടി നബി സല്ലല്ലാഹു അലൈഹി ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ ആയിഷ ബീവി ചോദിച്ചു, ആയിഷ റളിയല്ലാഹുവിനക്ക് ചെറിയൊരു മുഷിപ്പ് അവരോട് ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ തീരെ വരാറില്ല.
തീരെ വരാറില്ല. പിന്നെ ഓരോ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രം വരികയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അത് അവരോട് പറയുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, പിന്നെ ഉമ്മ ഞങ്ങൾ എപ്പോഴും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു ബന്ധം കുറയോ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വരാത്തതെന്നൊക്കെ പറയുന്നത്. അത് വലിയൊരു സംഭവമാണ്, ഞാൻ ചുരുക്കി പറയാം. അങ്ങനെ അവർ വന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, ഉമ്മ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ടല്ലോ നബിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതിൽ നിങ്ങളെ ഏറ്റവും ആശ്ചര്യകരമാക്കിയിട്ടുള്ള, നിങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം ഏതാണ്? അത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നേരെ ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ വളരെ ആശ്ചര്യകരമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു സംഭവം അവർ ഓർത്തെടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം എൻ്റെ ദിവസമാണ്, അഥവാ എൻ്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കേണ്ട ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഓരോ രാത്രികളും തൻ്റെ ഭാര്യമാർക്ക് വിധിച്ചു കൊടുത്തിരിക്കണം. അപ്പോൾ ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിക്കേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെയാണ് നബി കഴിയേണ്ടത്. പക്ഷെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, ആയിഷ നിങ്ങൾ എനിക്ക് അനുവാദം തരുമോ? നേരെ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ എനിക്ക് അനുവാദം തരുമോ? ഞാൻ ഇന്ന് രാത്രി ഞാൻ എൻ്റെ റബ്ബിലേക്ക് കൂടുതൽ ആരാധനാ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറി നിൽക്കട്ടെ, നിങ്ങൾ എനിക്ക് അനുവാദം നൽകുമോ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം. ശരിക്ക് ഒരു എന്താണ്, നമസ്കരിക്കണം എന്നുണ്ടെങ്കിൽ ഭാര്യൻ്റെ സമ്മതം ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കൊരു അവിടെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കുള്ള ഒരു ഉത്തരവാദിത്തമുണ്ട്. അവർക്ക് കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അവരുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. ആ ഒരു ബന്ധമാണ് എന്ത് ചെയ്യണത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുലേക്ക് കൊടുക്കട്ടെ, അഥവാ അള്ളാഹുവിന് ആരാധനാ കർമ്മങ്ങൾ ചെയ്യട്ടെ എന്ന് ചോദിക്കണത്. അപ്പൊ ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വല്ലാഹ് അള്ളാഹു ആണ് സത്യം, ഇന്നി ല ഉഹിബ്ബു ഖുർബക, അള്ളാഹു ആണ് സത്യം, എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങൾ എൻ്റെ അടുത്തിരിക്കണനെയാണ്. നിങ്ങൾ എൻ്റെ അടുത്തിരിക്കുക എന്നുള്ളതാണ്, നിങ്ങളെ സാമീപ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതാണ് എനിക്കിഷ്ടമുള്ളതും. പക്ഷേ നിങ്ങളുടെ ഒരു ആഗ്രഹത്തിന് ഞാൻ എതിരല്ല. നിങ്ങൾ എന്താണോ താല്പര്യപ്പെടുന്നത് അതും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എതിരല്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു, വീട്ടിൽ നിന്ന് എഴുന്നേൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി വുളു എടുത്തു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളി, അതായത് മദീന പള്ളിയും ആയിഷ ബീവിൻ്റെ വീടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗം തന്നെയാണ്, അതിലേക്ക് ചേർന്നിട്ട് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ എന്ത് ചെയ്തു, നിസ്കരിക്കാൻ തുടങ്ങി. അവർ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഖുർആൻ ഓതാൻ തുടങ്ങി. ഓതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണെന്നറിയാൻ തുടങ്ങി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടി രോമങ്ങൾ നനയാൻ തുടങ്ങി. പിന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊണ്ടേയിരുന്നു. എത്രത്തോളം എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിരുന്ന ഭാഗം വരെ നനയുമാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നുകൊണ്ടേയിരുന്നു. അത് എപ്പോന്നറിയോ, രാത്രി തുടങ്ങിയ നിസ്കാരം പുലർച്ചെ ബിലാൽ റളിയല്ലാഹു അൻഹു വരികയാണ്. ബാങ്ക് കൊടുക്കാനായിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു വരികയാണ്. ആ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞ് ഖുർആൻ ഓതാണ്. നിസ്കാരം കഴിഞ്ഞു. ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കണം, യാ റസൂലല്ലാഹ് ലിമ തബ്കി വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ വമാ തഅഖർ. അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങൾ എന്തിനാണ് കരയണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പുറത്തു തന്നിട്ടില്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ ഈ കരയുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഫലാ കൂനു അബ്ദൻ ശകൂറ, ഞാൻ അള്ളാഹ്ക്ക് നന്ദിയുള്ള ഒരു അടിമ ആവണ്ടയോ? എന്നിട്ട് അദ്ദേഹം പറയണതാ, എൻ്റെ മേൽ ഇന്നേ രാത്രി ഒരായത്തിറങ്ങിയിട്ടുണ്ട്. ആ ആയത്താണ് ഞാൻ അങ്ങനെ ഓതിക്കൊണ്ടിരുന്നത്. അത് ഓതാത്തവരും അത് മനസ്സിലാക്കാത്തവരും നാശമാണ്, അത് മനസ്സിലാക്കാത്തവനും നാശമാണെന്ന് പറയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആയത്ത് ഓതി കൊടുക്കണം. സൂറത്തു ആലി ഇംറാനിലെ 190-ാമത്തെ ആയത്ത്, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈൽ
എന്ന് തുടങ്ങുന്ന ഒരായത്തില്ലേ, നമുക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാകും. ആ ഒരായത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവനായിട്ടുണ്ട് ഓതിക്കൊടുത്തു, കരഞ്ഞിട്ട് ഓതിക്കൊടുക്കണം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ, നമ്മളും അള്ളാഹിനോട് നന്ദി കാണിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ നന്ദി പ്രകടനം കേവലം നാവുകൊണ്ട് മാത്രമാകുന്നു, അല്ലെങ്കിൽ കൽബിൽ മാത്രം ഒതുങ്ങുന്നു. നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി മുഴുവൻ നിന്ന് ഖുർആനോദി കരഞ്ഞുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ന് സംഭവിച്ചിട്ടുണ്ടത്? നമുക്ക് ഓർമ്മ ഉണ്ടോ എന്നെങ്കിലൊക്കെ ഖുർആൻ ഓതിയിട്ട് കരഞ്ഞു എന്ന് പറയാൻ പറ്റുന്നൊരവസ്ഥ? ദീനിന്റെ ഒരു കാര്യം കേട്ടിട്ട് നമ്മുടെ കണ്ണ് നിറയുന്നൊരവസ്ഥ, നമ്മുടെ പരലോകം ആലോചിച്ചിട്ട് കണ്ണ് നിറയുന്നൊരവസ്ഥ, അള്ളാഹു ഈ ലോകത്ത് സംവിധാനിച്ച് സംവിധാനങ്ങൾ ആലോചിച്ചിട്ടുള്ള കരച്ചില് ഒക്കെ പടച്ചോ നമുക്ക് തന്നതാ. എന്നിട്ട് ആ അള്ളാഹിനെ ഓർക്കാനോ അള്ളാഹ്ക്കൊരു നന്ദി പറയാനോ നമ്മൾ റെഡിയാവുന്നില്ല എന്നത് ഖേദകരമായ കാര്യമാണ്. അള്ളാഹു നമുക്കെല്ലാം അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. 53-ാമത്തെ ആയത്തിലേക്ക് നമുക്ക് പോകാം. وَإِذْ آتَيْنَا مُوسَى الْكِتَابَ وَالْفُرْقَانَ وَإِذْ آتَيْنَا مُوسَى الْكِتَابَ وَالْفُرْقَانَ لَعَلَّكُمْ تَهْتَدُونَ. ഓക്കെ. വഇദ് ആതൈന, ആതൈന എന്ന് പറഞ്ഞാൽ ഇവിടെ നൽകി എന്നുള്ളതാണ്. വഇദ് സന്ദർഭം, ആതൈന നാം നൽകിയ സന്ദർഭം, മൂസ മൂസാ നബിക്ക്. വഇദ് ആതൈന മൂസ, മൂസാ നബിക്ക് നാം നൽകിയ സന്ദർഭം എന്ത്? അൽ കിതാബ വേദഗ്രന്ഥം, അൽ കിതാബ് വേദഗ്രന്ഥം, വൽ ഫുർഖാൻ, വൽ ഫുർഖാൻ സത്യവും അസത്യവും വേർതിരിക്കുന്ന പ്രമാണമാണ്. ലഅല്ലക്കും തഹ്തദൂൻ അവര് സന്മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി, അവർക്ക് ഹിദായത്ത് ലഭിക്കുന്നതിന് വേണ്ടി, നേരായ മാർഗം ലഭിക്കുന്നതിന് വേണ്ടി അവർക്ക് വേദഗ്രന്ഥവും ഫുർഖാനും നാം മൂസാ നബി അലൈഹി സ്വലാമക്ക് നൽകുകയുണ്ടായി. അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂസാ നബിക്ക് ഹിദായത്ത് കിട്ടാന്നല്ല, തഹ്തദൂന്ന അതാരാ? ബനു ഇസ്രായേലരായ ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്താണ് ഈ ഒരു ആയത്തിൽ പഠിപ്പിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ് ശരിക്കും വേദഗ്രന്ഥങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഇവിടെ വലഖദ് ആതൈന മൂസൽ കിതാബ് എന്ന് പറഞ്ഞല്ലോ, മൂസാ നബിക്ക് എന്ത് ചെയ്തു? വേദഗ്രന്ഥം നൽകി. അപ്പൊ അള്ളാഹുവിന്റെ വലിയ ഒരു അനുഗ്രഹമാണ് ശരിക്ക് വേദഗ്രന്ഥങ്ങൾ എന്നുള്ളത്. എന്തുകൊണ്ടാണ് വേദഗ്രന്ഥങ്ങൾ അനുഗ്രഹമാകുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ അവന് സാധിക്കൂല അല്ലെ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിലെന്തുണ്ട്? കുറവുകളുണ്ട്. അവന് ഒരുപാട് ന്യായങ്ങളാണ് പറയാനുണ്ടാകുക, അല്ലാതെ യാഥാർത്ഥ്യങ്ങളല്ല. ഇപ്പോ പണ്ട് തെറ്റായിരുന്ന പലതും ഇന്ന് തെറ്റല്ല. പണ്ട് തെറ്റായിരുന്ന പലതും ഇന്ന് തെറ്റല്ല. നമ്മുടെ നാട്ടിലത്തെ അവസ്ഥയെ പറയണത് ശരിയല്ലേ? പണ്ട് ആണും ആണും കല്യാണം കഴിക്കുക എന്നുള്ളത് തെറ്റായിരുന്നു, പെണ്ണും പെണ്ണും വിവാഹം കഴിക്കുക എന്നുള്ളത് തെറ്റായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ തെറ്റായിരുന്നുവെങ്കിൽ ഇന്ന് ആണും ആണും കല്യാണം കഴിക്കാം, പെണ്ണും പെണ്ണും കല്യാണം കഴിക്കാം. അത് മാത്രമല്ല, പരസ്പര സമ്മതത്തോടു കൂടിയാണെങ്കിൽ എന്തും ചെയ്യാം, ഒരു പ്രശ്നമില്ല. നമ്മുടെ ഇന്ത്യനെ കുറിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ത്യയിലെ നിയമത്തെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ ഇതേ ഇന്ത്യയിലെ നിയമം പോലെയാണോ സൗദി അറേബ്യയിലുള്ളത്? അല്ല, അവിടെ പ്രശ്നമാണ്. അതേ കാര്യം തന്നെയാണോ അമേരിക്കയിലുള്ളത്? അല്ല, അമേരിക്കയിൽ കുറച്ച് മുമ്പ് വരെ അനുവദിച്ച പലതും ഇപ്പോ നിയമം മാറി. ഇപ്പൊ വീണ്ടും അവിടെ തെറ്റായി. അവിടെ ആദ്യം ശരിയായിരുന്നു, അത് ഇപ്പൊ തെറ്റായി. ഇവിടെ എന്താന്ന് വെച്ചാൽ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ മനുഷ്യന് കഴിയൂല. ഓരോരുത്തരുടെ ചിന്തകൾക്കനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യും അവർ? പലതും അത് ശരി, എന്നാ പിന്നെ അത് ശരി. ഇത് തെറ്റാ, എന്നാ പിന്നെ അത് തെറ്റ്. കുറച്ചു കാലം ശരിയായത് പിന്നെ തെറ്റായി മാറും, കുറെ കാലം തെറ്റായിരുന്നത് പിന്നെ ശരിയായി മാറും. എങ്ങനെയൊക്കെ എന്ത് ചെയ്യും? മാറും, മറിയും. പക്ഷേ
വേദഗ്രന്ഥങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ടുണ്ടാകും എന്താണ് ശരി, എന്താണ് തെറ്റ്, ഏതാണ് നന്മ, ഏതാണ് തിന്മ, അത് കൃത്യമായിട്ട് അതിലുണ്ടാവും. അതനുസരിച്ചുകൊണ്ട് തന്നെ നീങ്ങുകയും വേണം. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ് ശരിക്കും ഈ വേദഗ്രന്ഥങ്ങൾ എന്നുള്ളത്. ഓക്കെ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത് അൽ കിതാബ് എന്നാ പറഞ്ഞു, അല്ലേ? വൈദ് ആതൈന മൂസൽ കിതാബ് എന്ന് പറഞ്ഞാൽ മൂസാക്ക് കിതാബ് നൽകിയെന്നാണ്. കിതാബ് എന്ന് പറഞ്ഞാൽ ഇവിടെ അൽ കിതാബ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തൗറാത്താണ്. അൽ കിതാബ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തൗറാത്താണ്. എന്നാൽ ഇവിടെ അൽ കിതാബ് എന്ന് പറയുമ്പോൾ എഴുതപ്പെട്ടതാണ്. നേരെ ശ്രദ്ധിക്കണം, ഈ ഭാഗം നേരെ ശ്രദ്ധിക്കാം. അൽ കിതാബ്, കത്തബ എന്ന് പറഞ്ഞാൽ എഴുതി, കിതാബുൻ എന്ന് പറഞ്ഞാൽ പുസ്തകം എന്ന് മാത്രമല്ല, എഴുതപ്പെട്ടതാണ്. മൂസാ നബി അലൈഹിസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതപ്പെട്ട തൗറാത്ത കൊടുത്തത്. തൗറാത്ത് എന്നുള്ളത് എഴുതപ്പെട്ടതാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വന്തം കൈകൾ കൊണ്ട് എഴുതി എന്ന ഹദീസുകളിൽ കാണാൻ പറ്റും. അങ്ങനെ എഴുതിയ തൗറാത്താണ് അവരുടെ കയ്യിൽ കൊടുത്തത്. അങ്ങനെ എഴുതിയതാണ്. വിശുദ്ധ ഖുർആനാവട്ടെ അങ്ങനെ ഇപ്പോൾ നമ്മുടെ കയ്യിലേക്ക്, അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലേക്ക് അങ്ങനെ എഴുതപ്പെട്ട എഴുത്തായിട്ടല്ല കൊടുത്തത്, ഗ്രന്ഥമായിട്ടല്ല കൊടുത്തത്. എന്നാൽ അതും അള്ളാഹു സുബ്ഹാനഹു വ തആല മുമ്പേ എഴുതപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടത് ലൗൽ മഹ്ഫൂദിലായിരുന്നു. പിന്നെ അത് ഒന്നാം ആകാശത്തേക്ക് ഇറക്കപ്പെട്ടു. ഞാൻ അതിൻ്റെ ചരിത്ര വശങ്ങളിലേക്കോ അല്ലെങ്കിൽ ഉലൂമുൽ ഖുർആനിലേക്കോ ഒന്നും പോകുന്നില്ല. ഖുർആനും എഴുതപ്പെട്ടതാണ്. പക്ഷെ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ആ ഒരു ഖുർആനിനെ കുറിച്ചല്ല ആ പറയുന്നത്, മറിച്ച് ഒന്നാം ആകാശത്തേക്ക് എഴുതപ്പെട്ടത്. പിന്നെ അവിടെ നിന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം അതിന്റെ ഭാഗം തിരിഞ്ഞുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് എത്തിക്കുന്നത്. ഏതായിരുന്നാലും പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, വഇദ് ആതൈനാ മൂസൽ കിതാബ് എന്ന് പറഞ്ഞതിൽ അൽ കിതാബ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തൗറാത്താണ്. അൽ കിതാബ് എന്ന് പറഞ്ഞാൽ കത്തബ എന്നുള്ളത് എഴുതിയെന്നും അൽ കിതാബ് എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടത് എന്നുമാണ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ആ ഒരു കിതാബ് നൽകപ്പെട്ടത് കൊണ്ട് തന്നെ മൂസ റസൂലാണ്. നേരെ ശ്രദ്ധിക്കുക, റസൂലും നബിയും. അതിൽ കിതാബ് നൽകപ്പെട്ടാൽ ഉറപ്പിച്ചു അത് റസൂലാണ്. കിതാബ് നൽകപ്പെട്ടവർക്ക് റസൂൽ എന്ന് പറയും. റസൂലെ എന്നുള്ളതിൻ്റെ ഉറപ്പ്, ആ റസൂലിൻ്റെ കാറ്റഗറിയിൽ പെടണമെങ്കിൽ ഒരു കാര്യം അവർക്ക് കിതാബ് നൽകപ്പെട്ടിട്ടുണ്ടാവുന്ന, അത് വിശുദ്ധ ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല, ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദമായിട്ട് പറയാം. ഏതായിരുന്നാലും മൂസാ നബി അലൈഹിസ്സലാം റസൂലാണ്. റസൂല് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സമൂഹത്തിലേക്ക് ഒരു പ്രത്യേക ദൗത്യവുമായി കൊണ്ട്, പ്രത്യേക ശരീഅത്തുമായിട്ട്, മതനിയമങ്ങളുമായി വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ, അവർക്കാണ് റസൂൽ എന്ന് പറയാം. നബി എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ വൃത്താന്തം അറിയിക്കുന്നവൻ എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേക ശരീഅത്ത് ഉണ്ടാവണമെന്നില്ല, വേദഗ്രന്ഥം ഇല്ല, വേദഗ്രന്ഥം ഒന്നും നബിക്കുണ്ടാവില്ല. എന്നാൽ റസൂൽ എന്ന് പറഞ്ഞാൽ നബിനേക്കാൾ സ്ഥാനമാണ് റസൂലിനുള്ളത്. നബി എന്ന പദത്തിനേക്കാൾ സ്ഥാനം റസൂലിനുണ്ട്. അതിനു മുമ്പ് ഒരുപാട് തവണ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. എന്താണ് റസൂലും നബിയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. നബി എന്നതിനേക്കാൾ, സാധാരണ മനുഷ്യരേക്കാൾ സ്ഥാനം കൂടുതലാണ് നബിമാർക്ക്, നബിമാരേക്കാൾ സ്ഥാനം കൂടുതലാണ് റസൂലുകൾക്ക്. ആ റസൂലുകൾക്കാണ് ഏറ്റവും സ്ഥാനം. ആ റസൂൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കാറ്റഗറിയിൽപ്പെട്ടതാണ് കിതാബ് നൽകപ്പെട്ടവർ. കിതാബ് നൽകപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം നബിയുമാണ് റസൂലുമാണ്. നബിയുമാണ് റസൂലും. ഇവിടെ അൽ കിതാബ് വൽ ഫുർഖാൻ എന്ന് പറഞ്ഞു. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും വേർതിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഫുർഖാനാണ്. ഖുർആനിൻ്റെ പേരാണ് ഫുർഖാൻ. അതേപോലെ തന്നെ തൗറാത്തിനും ഫുർഖാൻ എന്ന ഒരു പേരുണ്ട്, സത്യവും അസത്യവും വേർതിരിച്ചറിയാനുള്ളത്. കാരണം സത്യവും അസത്യവും വേർതിരിച്ചറിയണം വേദഗ്രന്ഥങ്ങൾ കൊണ്ട് മാത്രമേ സാധിക്കൂ. ലഅല്ലക്കും തഷ്കുറൂൻ എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ ലഅല്ലഹും തഹ്തദൂൻ, നിങ്ങൾ ഹിദായത്തുള്ള ആളുകളാവൻ എന്ന് പറഞ്ഞല്ലോ. അവിടെ നേർമാർഗം കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ വേദഗ്രന്ഥത്തിൽ നിന്ന് മാത്രമേ നേർമാർഗം കിട്ടൂ. വേദഗ്രന്ഥങ്ങളിലൂടെ മാത്രമേ സത്യവും അസത്യവും വേർതിരിച്ചറിയാൻ പറ്റൂ. ഒന്ന് പലിശയാണ്, മറ്റൊന്ന് കച്ചവടമാണ്. എങ്ങനെ തിരിച്ചറിയാൻ പറ്റും?
രണ്ടിലൂടെയും ലഭിക്കുന്നത് ലാഭം മാത്രമാണ്. കച്ചവടം ചെയ്യുന്നത് ലാഭത്തിന് വേണ്ടിയാണ്, പലിശക്ക് കൊടുക്കുന്നതും ലാഭത്തിന് വേണ്ടിയാണ്. പക്ഷേ ഒന്ന് നന്മയാണ്, മറ്റൊന്ന് തിന്മയാണ്. കച്ചവടം നന്മയും പലിശ തിന്മയും എങ്ങനെ മനസ്സിലായി? മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് നോക്കിയാൽ മനസ്സിലാവൂല. അതിനാണ് പ്രമാണങ്ങൾ. തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകുന്നതും സമീപത്തുള്ള സ്ത്രീയുടെ അടുത്തേക്ക് പോകുന്നതും രണ്ടിലൂടെയും ലഭിക്കുന്ന സുഖമൊന്നായിരിക്കും, അവസ്ഥയൊന്നായിരിക്കും, വികാരശമനം ഒന്നായിരിക്കും. പക്ഷേ ഒന്ന് അനുവദനീയമാണ്, അല്ല പുണ്യകരമാണ്. ഭാര്യൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അത് പുണ്യമാണ്. എന്നാൽ ഭാര്യ അല്ലാത്തവരുടെ അടുത്തേക്ക് പോകുമ്പോഴോ അത് ഹറാമുമായി മാറുന്നു. അല്ലെ? ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വേദഗ്രന്ഥങ്ങളിലൂടെ മാത്രമേ സത്യവും അസത്യവും വേർതിരിച്ചറിയാൻ, മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഇനി ഈ ആയത്തുകളിൽ പരാമർശിച്ച 9 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം നേരെ ശ്രദ്ധിക്കണേ. ഒന്നാമത്തെ വിഷയം, അള്ളാഹുവിൻ്റെ വിധികളിൽ ചില ഹിക്മത്തുകളുണ്ട്. നമ്മൾ പറഞ്ഞു. 2, ബനു ഇസ്രായേലരുടെ അജ്ഞതയുടെ ആഴത്തെക്കുറിച്ച് പറഞ്ഞു. മൂന്നാമത്തത്, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്നുള്ളത് വലിയ ഒരു അക്രമമാണ്. 4, അള്ളാഹു അങ്ങേയറ്റം മാപ്പ് നൽകുന്നവനാണ്. അള്ളാഹു അൽ അഫൂവാണ്. ഇനി 5-മത്തത്, വിട്ടുവീഴ്ച ലഭിച്ചാൽ അതിന് നന്ദി കാണിക്കണം. അള്ളാഹു ആ അഫൂവ് എന്നതിൻ്റെ ഭാഗത്തേക്ക് ചേർത്തിട്ടാണ് എന്ത് പറഞ്ഞത്? പിന്നെ നിങ്ങൾക്ക് വിട്ടുവീഴ്ച ഉണ്ട്, അതുകൊണ്ട് ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ ശുക്ർ കാണിക്കണം എന്ന് പറഞ്ഞത്. 6-മത്തത്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് വേദഗ്രന്ഥങ്ങൾ. 7, മൂസ നബിയും റസൂലുമാണ്. മൂസ അലൈഹി സ്വലാം നബിയാണ്, റസൂലുമാണ്. 8-മത്തത്, തൗറാത്തിന് ഫുർഖാൻ എന്ന പേരുണ്ട്. 9 വേദഗ്രന്ഥങ്ങളിൽ നിന്ന് മാത്രമേ നേർമാർഗം സ്വീകരിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ലഭിക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് പറയാനുള്ളത്. അപ്പോൾ ഏകദേശം 3 ആയത്തുകൾ നമ്മൾ പറഞ്ഞു. ഈ 3 ആയത്തുകളും നമ്മൾ കൃത്യമായിട്ട് മനഃപ്പാടമാക്കുക. കൂടുതൽ ആയത്തുകൾ ഇതിനു മുമ്പുള്ള ഓരോ ഭാഗങ്ങളും എടുത്ത് വായിച്ച് മനസ്സിലാക്കി പോവുക. പിന്നെ ആ ക്വിസ് മത്സരത്തിലേക്ക് റെഡിയാകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.